ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധിക കുട്ടികൾ പറയുന്നത് നമ്മൾ ബോൾ സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഒരു അവസാനത്തെ ഒരു ഡിഫൻഡറെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് കുറച്ച് കുട്ടികൾ കമ്മലിലൂടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബോൾ എടുത്ത് പോകുന്നത് നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മൾ ഔട്ടായി പോകുന്നു. ഔട്ടായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടുമല്ലോ, സെന്ററിൽ നിന്ന് ഒരു ബോൾ കിട്ടി, ചിലപ്പോൾ ത്രൂസ് കിട്ടി, പെട്ടെന്ന് ഔട്ടായി എല്ലാവരും കടന്ന് നമ്മളെത്തി. കാരണം ചിലപ്പോൾ ലാസ്റ്റ് ഒരു ഡിഫൻഡർ ഉണ്ടാവും. അപ്പൊ 1 vs 1 ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ആ ഒരു ഡിഫൻഡറെ നമുക്ക് ചേസ് ചെയ്യാൻ വലിയൊരു പാടായിരിക്കും. കാരണം എന്താ വെച്ചാല് അതിന്റെ ഒന്നാമത്തെ കാരണം അവിടെ ഫുള്ള് പ്രഷറാ. എന്ന് പറഞ്ഞാൽ നമ്മളെ ബേക്കിൽ ആള് വരുന്നുണ്ട്, നമ്മളൊന്ന് ചെറിയൊരു ടൈം ഡിലേ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ പ്ലേയേഴ്സ് അവിടെ വരും. അവിടെ നല്ലൊരു ചാൻസ് കിട്ടിയതാ, ആ ചാൻസ് മൊത്തം അബദ്ധമായി പോകാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ട്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മീഡിയം കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ഫിയർ കൊണ്ട് ചിലപ്പോൾ ഓവർ കൺട്രോളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കാലിന് ബോൾ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഫുൾ ഓൺ പ്രഷറിലുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ആളെ സെന്ററിൽ നിന്ന് കളിപ്പിച്ച് പോയാലും നമ്മൾ ആ പോസ്റ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ലാസ്റ്റ് മാൻ നമുക്ക് ഒരു ഒരു ബോൾ ഡ്രിബിൾ ചെയ്തിട്ട് പോവേ നമുക്ക് ഭയങ്കര പ്രഷറും നമുക്കത് പറ്റാത്തതും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ മറികടക്കാനുള്ള ഒരു രണ്ട് വഴികളാണ് ഞാനൊന്ന് പറഞ്ഞു തരുന്നത്. ഒരു സിമ്പിൾ വഴികളാണ്, ബേസിക് ആയിട്ടുള്ള. കുറേ വഴികൾ ഉണ്ടാവും, പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് സിമ്പിൾ മെത്തേഡാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. ഇതിപ്പോ ജസ്റ്റ് ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾ ഡിഫൻഡറാന്ന് കരുതുക. ഇതിപ്പോ ഡിഫൻഡറാന്ന് കരുതിയാല് നമ്മളിപ്പോ സ്വതവേ ഞാൻ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനുള്ള പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല്, പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ബോളിന്റെ അടുത്ത് വരിക, ബോളിന്റെ അടുത്ത് വന്നിട്ട് ഒരു ഫേക്ക് ചെയ്യുക, ഒരു ഫേക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോയിട്ട് ഷൂട്ട് ചെയ്ത് പഠിക്കുക. അതാണ് നമ്മൾ അവസാനം ലാസ്റ്റ് മാനടക്കം നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തന്നെയാണ്. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോൾ ഇപ്പോൾ ലാസ്റ്റ് മാൻ നമ്മളിവിടെ മാർക്ക് ചെയ്തോ ലാസ്റ്റ് മാനെ വെച്ചോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾ എടുത്തിട്ട് വരേണ്ടത് നമ്മൾ ദൂരത്ത് നമ്മൾ എടുത്തു വന്ന് പഠിക്കുക. നമ്മൾ ഇവിടെ നിർത്തി, ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫൻഡറെ നിർത്തി നമ്മൾ എടുത്തിട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ഫുൾ കൺട്രോളിലാകുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത കൺട്രോൾ ചെയ്യേണ്ടത് നമുക്ക് ഡിഫൻഡർ മാത്രമാണ്. അപ്പോൾ അവിടെ പകുതി കൺട്രോളിന്റെ പ്രഷർ തീർന്ന്. അപ്പൊ ആ പ്രഷർ തീരാണ്ടിരിക്കേണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടി ബോൾ ദൂരെ നിന്ന് കൊണ്ടുവരിക. ബോൾ ദൂരെ നിന്ന്, സപ്പോസ് നിങ്ങൾ ബോൾ ടാപ്പ് തന്നെ കൊണ്ടുവരണ്ട, ചിലപ്പോൾ ബോൾ ഒന്ന് ജമ്പ് എല്ലാം ചെയ്തിട്ട് വെറുതെ എറിഞ്ഞിട്ട് ഇതെല്ലാം കൺട്രോൾ ആക്കിയിട്ട് ഡിഫൻഡറൊക്കെ ഓടി വരിക. ഇത്ര ദൂരമല്ല, ഇനിയും ദൂരത്തുനിന്ന് നല്ല മാക്സിമം ഇപ്പൊ പോസ്റ്റിന് ആ പോസ്റ്റ് കാണുന്നില്ലെങ്കിൽ അത്രയും ദൂരത്തുനിന്ന് ബോൾ കൺട്രോൾ ചെയ്ത് ഓടി വരുന്നത് നല്ല സ്പീഡിലായിരിക്കും, ഒരു കുറഞ്ഞ സ്പീഡിലായിരിക്കും. ഒരു മീഡിയം സ്പീഡ് തന്നെ ഫുൾ കൺട്രോളിൽ നിങ്ങളെ കാലിൽ ബോൾ ഫുൾ കൺട്രോൾ ആയിരിക്കണം. പക്ഷെ മീഡിയം സ്പീഡ് തന്നെ ബോൾ എടുത്തിട്ട് എവിടെ ഡയറക്റ്റ് നമ്മൾ ഡിഫൻഡർ നോക്കിയിട്ട് വരിക. ഡിഫൻഡർ എന്തായാലും നമ്മൾ ഏറ്റവും സെൻട്രൽ പൊസിഷനിൽ അടച്ചിട്ടാ ഉണ്ടാവുക. ഡിഫൻഡർ നമ്മൾ ഏത് ഭാഗത്താണോ പോകുന്നത് ആ ഭാഗത്തിന്റെ ഗോളി പോസ്റ്റിന്റെ സെൻട്രൽ പൊസിഷൻ അടച്ചിട്ടാ ഡിഫൻഡർ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഡിഫൻഡർക്ക് നേരെ തന്നെ ഒരു മീഡിയം പാസിൽ ബോളും കൊണ്ട് വന്നുകൊടുക്കുമ്പോൾ ഇതിപ്പോ ഡിഫൻഡർ ആണെങ്കിൽ ഡിഫൻഡർ കാല് വെച്ചാൽ എത്തുന്നിടത്തുനിന്ന് ഇവിടെ ഒരു കോണിട്ട് മാർക്ക് ചെയ്യുക. മുമ്പിലൊരു കോണിട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്രിട്ടിക്കലായ മെത്തേഡിൽ ബോൾ എടുത്ത് കുറച്ച് നല്ല കൺട്രോളിൽ വന്ന് നമ്മൾ ഇവിടുന്ന് ഒന്നും ചെയ്യണ്ട. കോണിന്റെ അടുത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒരു ടച്ച്, നമ്മൾ വെറുതെ ടാപ്പ് ചെയ്ത് സ്കിൽ ചെയ്ത് ഒന്നും വരണ്ട. നമ്മളൊരു ഇതിന്റെ അടുത്തെത്താൻ വരുമ്പോൾ ഒരു ലോങ് ടേപ്പ് ചെയ്യുക. നമ്മൾ ഇതിന്റെ അടുത്തെത്താൻ വരുമ്പോൾ ലോങ് ടേപ്പ് ചെയ്തിട്ട് പക്ഷേ ബോളിന്റെ കൂടെ തന്നെ ഓടുക. ബോൾ നമുക്ക് എപ്പം വേണമെങ്കിൽ തട്ടാന്ന്. ഇപ്പൊ ഇങ്ങനെ എത്തി ലോങ് ടേപ്പ് ബോളിന്റെ കൂടെ തന്നെ ഓടി പ്ലെയർ അടുത്ത് എത്തുമ്പോൾ ഒരു ടച്ച്. ഒന്നും കൂടി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് വർക്കൗട്ട് ആവുന്ന വിശദീ കാണിച്ചു തരാം. നമ്മൾ പ്ലെയർ അടുത്ത് വന്ന് ഒരു ലോങ് ടേപ്പ് ചെയ്ത് പ്ലെയർ അടുത്ത് എത്താൻ പോകുമ്പോൾ ഒരു ടച്ച്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബോൾ ഞാൻ ഇവിടുന്ന് ടച്ച് ചെയ്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതെന്തുകൊണ്ടാണ് അവിടുന്ന് ടച്ച് ചെയ്യുക, അത് അത്ര പോസിബിലിറ്റിന്ന് നമുക്ക് തിയറി പരമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത് അത് പോസിബിൾ ആണുള്ള ഇതെന്താ വെച്ചാൽ, നമ്മൾ ഏകദേശം ഒരു മീഡിയം പാസിൽ വരുമ്പോൾ നമ്മളെ ഡിഫൻഡർ ഓടാൻ നിൽക്കില്ല. ഒരു മോസ്റ്റ് ഓഫ് ദി ഡിഫൻഡർ നമ്മളൊരു ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ഉള്ളു. ഇതേപോലെ ഇങ്ങനെ നമ്മളൊരു ലോങ് ടാപ്പെല്ലാം ചെയ്ത് വരുമ്പോൾ, ഞാനിപ്പോൾ അവിടുന്ന് ലോങ് ടേപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ലോങ് ടേപ്പ് ചെയ്യുമ്പോൾ ബോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്നുള്ള ഒരു തോന്നലില് ഡിഫൻഡർ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കും.
നമ്മൾ ഫുൾ കൺട്രോളിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡിഫൻഡർ കുറച്ച് ബാക്കോട്ട് മൂവ് ചെയ്ത് പോകുള്ളൂ. നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ലോങ് ടേപ്പ് ചെയ്ത് വരുമ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് വെച്ചിട്ട് ഡിഫൻഡർ അവിടെ നിൽക്കും. എന്ന് വെച്ചാൽ ഡിഫൻഡർക്ക് ആ ബോൾ എടുക്കണം എന്നുള്ള ഫുൾ കോൺഫിഡന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലോങ് ടേപ്പ് ആയിട്ട് വരുന്നത്. ലോങ് ടേപ്പ് ചെയ്യുമ്പോൾ നമ്മളെ കാലിൽ ബോളില്ല, പക്ഷെങ്കിൽ നമ്മൾ അത് കാലിൽ ബോളിൽ കൺട്രോൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ലോങ് ടേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലിന് വിട്ടിട്ടുള്ള ലോങ് ടേപ്പ് ആയിരിക്കും. ലോങ് ടേപ്പിനെ ഇവിടെ എന്താ ലോങ് ടേപ്പ് തന്നെ, പക്ഷെ ബോളിന്റെ പേര് നമ്മൾ ഓടിയിരിക്കണം, എപ്പം വേണമെങ്കിലും ടച്ച് ചെയ്യാന്നുള്ള ഇതിൽ. പക്ഷേ നമ്മൾ ബോൾ വെറുതെ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ ഈ ഒരു ബോൾ നമ്മളെ കാലിൽ കിട്ടുന്നുള്ള കോൺഫിഡന്റ് ആയിരിക്കും ഈ ഒരു ഡിഫൻഡർക്ക്. അപ്പോൾ ഈ ഒരു ഡിഫൻഡർ ഇവിടുന്ന് വെയിറ്റ് ചെയ്തിട്ട് ബോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് കാലിടാൻ നിൽക്കും. ആ ഒരു ഇതിനാ ഇവിടെ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത്, മനസ്സിലായ? അപ്പോൾ ഡിഫൻഡർ വെയിറ്റ് ചെയ്യുമ്പോൾ ബോൾ ഔട്ട് ഓഫ് കൺട്രോളിൽ വരുന്നത്, ബോൾ അടുത്ത് വരുന്നുണ്ട്, ഇത് നമുക്ക് എന്തായാലും ഷുവറായിട്ട് കിട്ടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഡിഫൻഡർക്ക് വരും. അപ്പോൾ ഇവിടെ കാലിടാൻ നിൽക്കുമ്പോൾ നമുക്ക് ഏത് സൈഡ് എടുത്തിട്ട് പോയാലും ഈ ഒരു പൊസിഷനിലാണ് ഡിഫൻഡർ ഉണ്ടാവുക. നമുക്കൊന്ന് നമ്മൾ ഫുൾ കൺട്രോളിൽ വരുവാണെങ്കിൽ ഇങ്ങോട്ട് കാല് വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കാല് വെക്കാനോ നോക്കുള്ളൂ. ഈ ഒരു പൊസിഷനിൽ ഈ ഒരു ഔട്ട് ഓഫ് കൺട്രോളിൽ വരുന്ന പോലെ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫൻഡർ എപ്പോഴും മുമ്പത്തെ കാല് ആ ബോളിനെ ടാപ്പ് ചെയ്തിട്ട് എങ്ങനെ കളിക്കാനാണ് നോക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു ടാപ്പ് ഈ സൈഡിലോ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള സൈഡിൽ ഒരു സ്കില്ലും ഉപയോഗിക്കാണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചിട്ട് ബോൾ ടാപ്പ് ചെയ്ത് വരുക. ജസ്റ്റ് അതിൻ്റെ അടുത്തെത്തുമ്പോൾ കാലിടാൻ നോക്കുമ്പോൾ നമുക്ക് തിരിയുമല്ലോ. കാലിടാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഏത് സൈഡാണ് നിങ്ങൾക്ക് ഫേവർ ആ സൈഡിലേക്ക് പുറത്തിട്ടിട്ട് നിങ്ങൾക്ക് സ്പീഡിലേക്ക് ഓടിയിട്ട് എടുക്കാൻ പറ്റും. അതെന്താ അപ്പോഴേ ഡിഫൻഡർക്ക് വന്ന് എടുത്തുകൂടെ എന്ന് വെച്ചാൽ, ഡിഫൻഡർ നമ്മൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വരുന്നത്, നമ്മളൊരു മീഡിയം ഫാസ്റ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ വരുന്നതുകൊണ്ട് ഡിഫൻഡർ സ്റ്റാൻഡ് ചെയ്താലുണ്ട് എത്ര ഡിഫൻഡർ നമ്മൾ ആ ബോൾ നമ്മൾ കളിപ്പിച്ച് പോയാലും നമുക്ക് ഡിഫൻഡർക്ക് നമ്മളെ കൂടെ ഓടി എത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്നത്, ആ സ്പീഡിൽ നമ്മൾ പിന്നെ അതിനുശേഷം നമ്മൾ ആക്സിലേറ്റർ കൂട്ടിയിട്ട് നമ്മൾ സ്പീഡ് ഓടി ചെയ്യും. പക്ഷേ ഇവിടെ ഡിഫൻഡർ ഡെഡ് മൂവ്മെന്റിലാണല്ലേ, അപ്പോൾ ഒരു സ്പീഡും ഇല്ല. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങണമെങ്കിൽ അത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ സ്കോർ ചെയ്യുക, പാസ് കൊടുക്കല്ല സ്കോർ ചെയ്യാം നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തിയററ്റിക്കൽ നോക്കുമ്പോൾ ഇത് നല്ലോണം വർക്കൗട്ട് ആവുന്ന സിറ്റുവേഷനാണ്. ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫൻഡറുടെ ഈ ഒരു പൊസിഷൻ എന്താ ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡിഫൻഡർ കാലിടാൻ നോക്കുമ്പോൾ ആടുന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ലോങ് ടൈപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വരുന്നില്ല, ഈ ലോങ് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫുൾ വാച്ച് ചെയ്യാൻ പറ്റും ഈ ഡിഫൻഡർ എന്താ ചെയ്യുന്നതെന്ന്. ആ മൂവ്മെന്റ് എങ്ങോട്ടാണോ ഉള്ളത് അതിന് കണക്കായിട്ട് ജസ്റ്റ് ഒന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ വെറുതെ തട്ടിക്കൊണ്ട് വന്നാൽ നമ്മൾ കോൺസെൻട്രേഷൻ മൊത്തം അതിലായിരിക്കും. അപ്പോൾ കുറച്ച് അടുത്തെത്തുമ്പോൾ കുറച്ച് ലോങ് ടൈപ്പ് ചെയ്യുക, ബോളിൻ്റെ ഒപ്പം തന്നെ ഓടുക, ലോങ് ടൈപ്പ് ചെയ്തിട്ട് ബോളിൻ്റെ ഒപ്പം തന്നെ ഓടുക, ഓടിയിട്ട് ഒരു ടച്ച് ചെയ്തിട്ട് മാറുക. നമ്മൾ വെറുതെ ടച്ച് ചെയ്തുകൊണ്ട് കയറി ലോങ് ടൈപ്പ് ചെയ്യുക, ബോളിൻ്റെ ഒപ്പം തന്നെ ഓടിയിട്ട് ഒരു ടച്ച്, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ടച്ച് ചെയ്ത് ഒരു ഡിഫൻഡറെ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഇത് വെറുതെ ഫോൺ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അത്ര ഒരു എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അപ്പോൾ ഡിഫൻഡർ അടുത്ത് വെച്ച് തന്നെ ഡിഫൻഡറെ നിൽക്കാൻ പറഞ്ഞ് ഡിഫൻഡറോട് കാലിടാൻ പറഞ്ഞ് അതിന് നേരെ നമ്മൾ ഓപ്പോസിറ്റ് എടുത്താണ്. നമ്മൾ ഡിഫൻഡറെ ഈ ഒരു ബോൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഡിഫൻഡറെ പഠിച്ച് ഡിഫൻഡറെ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 1vs1 ഇത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് മാറും. രണ്ടാമത്തെ മെത്തേഡ്